നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നത്? ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ എവിടെയൊക്കെ ഉള്ള ആളുകൾ കാണുന്നു എന്നറിയാൻ ഒരു കൗതുകം. അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക. ഞാൻ എന്തിനാ കരയണമെന്നറിയോ? നമ്മുടെ ചില നന്മമരങ്ങളുടെ അക്കൗണ്ട് അടിച്ചു പോയി ഗൈസ്. ഇൻസ്റ്റഗ്രാമിൽ കുറേ പാവങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നവരാ. അതിൽ ചിലർക്ക് കടയിൽ പോയ സാധനം വാങ്ങാൻ പൈസ ഇല്ല. പക്ഷെ അവർ പെട്ടെന്ന് ഒരു ഗെയിം കളിച്ചിട്ട് പൈസ ഉണ്ടാക്കി കടയിൽ കൊടുക്കുമായിരുന്നു. അവരുടെ അക്കൗണ്ടും പോയി ഗൈസ്. ഇനി എന്ത് ചെയ്യും മല്ലയ്യ? വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. എന്താ സംഭവം എന്നല്ലേ? അത് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചു പൊടിച്ചേക്കുക. ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ എന്താണോ തോന്നുന്നത് അത് കമൻറ്റ് ബോക്സിൽ എഴുതുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വായിക്കുന്ന എനിക്കൊരു സന്തോഷം ഉണ്ടാവും. ഇനി കമൻറ്റ് ഇടാനുള്ള സമയം നിങ്ങൾക്കില്ലെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് കുത്തിയേക്ക്. ഞാൻ ആ കരഞ്ഞ എന്തിനാണെന്നല്ലേ? സങ്കടം കൊണ്ടാ ഗൈസ്. എന്തിനാ സങ്കടപ്പെടുന്നല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നന്മമരങ്ങൾ. മല്ലു ഫാമിലിയിലെ സുജിനാണ് ഒരു നന്മമരം. പിന്നെ ഒരാളെന്ന് പറയുന്നത് പൈസയുടെ പുറത്ത് കിടന്ന് ഉറങ്ങുന്ന ആളാണ്, വയനാടൻ വ്ളോഗർ. പിന്നെ ഒരാൾ ഈയിടെയായിട്ട് കല്യാണം കഴിഞ്ഞേ ഉള്ളൂ. അത് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം കൂടുന്നത്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആ കൊച്ചിൻ്റെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അടിച്ചു പോയി ഗൈസ്. ഫസ്മിന സാക്കിർ, അങ്ങനെയാണ് പേര്. ഫസ്മിനയ്ക്ക് പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. എന്ത് ചെയ്യാനാണെങ്കിലും ഗെയിം കളിച്ചാലേ പറ്റുള്ളൂ. ഗെയിം കളിച്ചാലേ ഫസ്മിനയുടെ കയ്യിൽ കാശുള്ളൂ. കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകണോ? ഗെയിം കളിക്കണം. കല്യാണത്തിന് ഭക്ഷണം ഓർഡർ ചെയ്യണോ? ഗെയിം കളിക്കണം. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറണമെങ്കിൽ പോലും ഫസ്മിനയ്ക്ക് ഗെയിം കളിച്ചാലേ പറ്റുള്ളൂ. ഇപ്പോൾ പവനായി, ശവമായി. എന്താ കാര്യമൊന്നല്ലേ? ഇന്ന് രാവിലെ വെറുതെ ഇരുന്നപ്പോൾ എനിക്കൊരു മെസ്സേജ്, ബ്രോ ഇവരുടെ 3 പേരുടെ അക്കൗണ്ട് അടിച്ചു പോയി ബ്രോ, പോലീസ് ബ്ലോക്ക് ചെയ്തു. ഇതാണ് ഞാൻ കേട്ട വാർത്ത. പെട്ടെന്ന് തന്നെ ഞാൻ ഞെട്ടിപ്പെടുന്ന എഴുന്നേറ്റ് സുജിൻ്റെ അക്കൗണ്ട് നോക്കി, കാണുന്നില്ല. ഫസ്മിനയുടെ അക്കൗണ്ട് നോക്കി, അതും കാണുന്നില്ല. വയനാടൻ വ്ളോഗറുടെ അക്കൗണ്ട് നോക്കി, അത് കാണുന്നേയില്ല. അപ്പോഴും വിശ്വസിച്ചില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു വീഡിയോ കണ്ടത്. അജു എന്ന് പറഞ്ഞിട്ടൊരാളുടെ വീഡിയോ. പുള്ളി പറയുന്നുണ്ട് ഇവരുടെയൊക്കെ അക്കൗണ്ട് പോലീസ് പൂട്ടി ഗൈസ്. എന്താ കാര്യം? ഇല്ലീഗൽ ഗെയിമിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തു. എന്നെപ്പോലെ ഞങ്ങളെപ്പോലുള്ള കുറേയധികം റിയാക്ഷൻ വ്ളോഗേഴ്സ് കഴിഞ്ഞ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇത്തരം ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പും ഗെയിമിംഗ് ആപ്പും പ്രൊമോട്ട് ചെയ്യല്ലേ, നിങ്ങൾ പെട്ടുപോകും. ഒരുപാട് സാധാരണക്കാരുടെ ആൾക്കാർ അവരുടെ കാശ് ഇതെല്ലാം നഷ്ടപ്പെട്ടത് ഇമാതിരി ആളുകളുടെ പ്രൊമോഷൻ കണ്ടിട്ടും, ഇവർ ഗെയിം കളിച്ചാണ് BMW എടുത്തതെന്നും, ഇവർ ഗെയിം കളിച്ചാണ് കടയിൽ പോയി സാധനം മേടിക്കുന്നതെന്നും, ഇവർ ഗെയിം കളിച്ചാണ് ഒരുപാട് പേരെ സഹായിക്കുന്നതെന്നും ഒക്കെ കണ്ട് കുറേ പേര് അതിനകത്ത് കൊണ്ട് കാശിട്ടു. ഞാൻ മലയാളികളെ ഒന്നടങ്കം പറയുന്നതല്ല, പക്ഷേ എവിടെയാണോ ഇച്ചിരി ലാഭം കിട്ടുന്നത് അവിടേക്ക് പോയി ചാടി വീഴും. പക്ഷേ അവിടെ പോയി പെടും എന്നുള്ളത് ചിന്തിക്കുന്നില്ല. അങ്ങനെ ഇവരുടെ ഇൻഫ്ലുവൻസിൽ വീണിട്ട്, ഇവർ പറയുന്നത് സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണല്ലോ, അങ്ങനെ ഇവരുടെ ഇൻഫ്ലുവൻസിൽ വീണിട്ട് കുറേ പേരുടെ കാശ് പോയി, കുറേ പേര് സൂയിസൈഡ് ചെയ്തു. അങ്ങനെ കുറേ വാർത്തകൾ നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ വാർത്ത വരുമ്പോഴും നമ്മൾ വീഡിയോ ചെയ്യും, ഇന്നപോലെ സംഭവിച്ചു, നിങ്ങൾ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യില്ലേ, നിങ്ങൾ ആരും അതിൽ പോയി വീടില്ലേ എന്ന് പറയാറുണ്ട്. പക്ഷേ ആര് കേൾക്കാൻ? അങ്ങനെ ഒടുവിൽ കേരള പോലീസും സൈബർ വിങ്ങും മുൻകൈ എടുത്തുകൊണ്ട് ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പുകളും ഇല്ലീഗൽ ഗെയിമിംഗ് ആപ്പുകളും പ്രൊമോട്ട് ചെയ്ത ഈ 3 വ്യക്തികളുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തു. ബാക്കി കുറച്ച് പേർക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. ഇപ്പോൾ സഞ്ജു ടിക്കിക്കും ഷോക്കോസ് നോട്ടീസ് കിട്ടിയെന്നാണ് അറിവായത്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഷോക്കോസ് നോട്ടീസ് കിട്ടി. അവർ ഉടനെ തന്നെ അവരുടെ ചാനലിലുള്ള ഇത്തരം വീഡിയോകൾ, പ്രൊമോഷൻ വീഡിയോകൾ ഒക്കെ റിമൂവ് ചെയ്തു. ശരിക്കും ഒരു കൂട്ടം ആൾക്കാരുടെ പ്രയത്നത്തിന് ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മല്ലു ഫാമിലിയിലെ സുജിൻ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പ് ചാനൽ വഴി, വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ ഈ സാധനം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര ലക്ഷം രൂപയായിരിക്കും ഇവർക്കൊക്കെ കിട്ടുന്നത്? നിങ്ങൾക്കറിയാം, മാസ്റ്റർ മൈൻഡ് മനുവിന് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നു. മനുവിൻ്റെ ചാനലിൽ കൂടി, അത് യൂട്യൂബിൽ കൂടി തന്നെ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഗെയിമിംഗ് ആപ്പ് അത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 50,000 രൂപയാണ് മനുവിന് ഓഫർ വന്നത്. മനുവിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 8,000 ആണ്. 8,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള മനുവിന് 50,000 രൂപ അവർ ഓഫർ ചെയ്തെങ്കിൽ 1 മില്യനും അതിന് മേലെയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള മല്ലു ഫാമിലിയിലെ സുജിനും അതുപോലെ തന്നെ വയനാടൻ വ്ളോഗർക്കും ഈ പറയുന്ന ഫസ്മിന സാക്കിറിനും ഒക്കെ എത്ര ലക്ഷം രൂപയായിരിക്കും ഇവരുടെ ഓഫർ കിട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ആ പറയുന്ന ഇല്ലീഗൽ ഗെയിമിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് സുജിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചാനൽ വഴി ഞാൻ ഇൻസ്ട്രക്ഷൻ തരാം എന്ന് പറഞ്ഞിട്ട്. ഫസ്മിന അടുത്തൊരു അക്കൗണ്ടിൽ കൂടി ഈ പറയുന്ന ഇല്ലീഗൽ ഗെയിമിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവരൊന്നും
ഇത് നിർത്താൻ പോകുന്നില്ല. കാരണം മറ്റുള്ളവരെ പറ്റിച്ചും ചതിച്ചും കഴിച്ച് ശീലിച്ചു പോയി. ഒരു കാരണവശാലും ഇവരതൊന്നും നിർത്തില്ല. മല്ലു ഫാമിലിയിലെ സുജിനെയും അതുപോലെ തന്നെ വയനാടൻ ബ്ലോഗറെയും ഇവരുടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ കിക്കിൽ നിന്ന് പുറത്താക്കിയതും ഈ ഒരു പേര് പറഞ്ഞിട്ടാണ്. ഇത്രയൊക്കെ ആയിട്ടും ഈ മനുഷ്യക്കൊല്ലിയായിട്ടുള്ള ഗെയിമിംഗ് ആപ്പുകളും ബെറ്റിംഗ് ആപ്പുകളും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇത്തരക്കാർ, ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് പുറത്തേക്ക് വരുന്നത് സ്വന്തം ലാഭം മാത്രം നോക്കുന്നത് കൊണ്ടാണ്. എന്റെയും എന്റെ കുടുംബവും മാത്രം രക്ഷപ്പെട്ടാൽ മതി, മറ്റവർ തകർന്ന് നശിച്ച് മരണത്തിലേക്ക് പോയാൽ പോലും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് ചിന്തിക്കുന്നുണ്ടാണ്. പക്ഷേ ഒറ്റ കാര്യം മനസ്സിലാക്കുക, മല്ലു ഫാമിലിയിൽ സുജിനായാലും ഫസ്മിന സാക്കിർ ആയാലും വയനാടൻ ബ്ലോഗർ ആയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് എന്നായാലും തിരിച്ചടിക്കും. നിങ്ങൾ മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ ഉണ്ടാക്കിയെടുത്ത അക്കൗണ്ടുകളായിരിക്കും ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ. 1 മില്യനും അതിനു മേലെയും അല്ലെങ്കിൽ 10,000 ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടുകൾ. ആ അക്കൗണ്ടുകൾ നിമിഷ നേരം കൊണ്ടാണ് അടിച്ചു പോയിട്ടുള്ളത്. ചിന്തിച്ചു നോക്കുക. ഒരു സാധനം, ഒരു സംരംഭം കെട്ടിപ്പടുക്കാൻ വർഷങ്ങളുടെ പ്രയത്നം വേണ്ടി വരും. പക്ഷെ അത് നശിച്ചു പോകാൻ നിമിഷങ്ങൾ മതി. അങ്ങനെ പാവങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾ അവരുടെ ചോര നിരാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാശ്, വർഷങ്ങളുടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ കാശ്, അതെല്ലാം നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഈ സാധനത്തിൽ പോയി വീണിട്ട് നിമിഷ നേരം കൊണ്ട് ഇല്ലാണ്ടാവുകയാണ്. നിങ്ങളെല്ലാവരും അതിന്റെ അവസാനം പറയുന്ന ഒരു വാചകമുണ്ട്, ഈ പ്രൊമോഷന്റെ അവസാനം പറയുന്ന ഒരു വാചകമുണ്ട്, സ്വന്തം റിസ്കിൽ കളിക്കണം, കാശ് കൊണ്ടുള്ള പരിപാടിയാണ്. ഇത് പറയുമ്പോൾ നിങ്ങളുടെ ബാധ്യത അവിടെ തീരുകയാണ്. പക്ഷെ ഇതുപോലും മനസ്സിലാക്കാതെ, ഇതിന്റെ അകത്തിരിക്കുന്ന ചതി എന്താണെന്ന് മനസ്സിലാക്കാതെ കുറെ സാധാരണക്കാർ, കുറെ പാവങ്ങൾ ഇതിൽ വന്ന് വീഴുന്നുണ്ട്. ആ വീഴുന്നതാണ് നിങ്ങൾ കഴിക്കുന്ന ഓരോ അരിമണിയും. ആ അരിമണിക്കകത്ത് ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണുനീരുണ്ടാവും. എന്നെങ്കിലും ഒരിക്കൽ ഇന്ന് നിങ്ങൾ ഇത് വീണ്ടും പ്രൊമോട്ട് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. നാളെ നിങ്ങളുടെ കുടുംബത്തിൽ മോശപ്പെട്ടതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു ഗെയിമിംഗ് ആപ്പോ അല്ലെങ്കിൽ ബെറ്റിംഗ് ആപ്പോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ഇറങ്ങി വീഴുമോ? എന്റെ ചോദ്യം ഇതാണ്. ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക. ഒരാൾ നമുക്ക് വെറുതെ കാശ് തരില്ല. രാജാ ഗെയിം പോലുള്ള പരിപാടികൾ കാശ് ഇടുന്ന ആരുടെ അക്കൗണ്ടിലേക്കാണെന്നോ അല്ലെങ്കിൽ കാശ് എങ്ങോട്ട് പോകുന്നെന്നോ നമുക്കറിയില്ല. നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാലും ആരേറ്റെടുക്കും? ആരുമില്ല. അപ്പോൾ കൈകാലിട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല. എന്റെ ചോദ്യം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ്. നിങ്ങൾ ഇത്തരം ആപ്പുകൾ അല്ലെങ്കിൽ ഇത്തരം പ്രൊമോഷൻസ് നിങ്ങളുടെ മുന്നിൽ വന്നാൽ കാൽ കൊണ്ട് തൊഴിക്കോ അതോ കൈ കൊണ്ട് സ്വീകരിക്കോ? അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക. ഒപ്പം നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നത്? ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ എവിടെയൊക്കെ ഉള്ള ആളുകൾ കാണുന്നു എന്നറിയാൻ ഒരു കൗതുകം. സോ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ പറ്റുമെങ്കിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.